നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് മെഡിറ്റേഷനിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി എബ്രായ ലേഖനം 13 അധ്യായം അതിൻ്റെ 6 വചനം ഞാൻ വായിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. സോ ദാറ്റ് വി മേ ബോൾഡ്ലി സേ, The Lord is my helper, and will not fear that man shall do unto me. പ്രിയരെ, ഇന്ന് നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ പകരുകയാണ്. ആകയാൽ കർത്താവ് എനിക്ക് തുണ. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണർന്നു വന്നാലും, എത്ര പ്രതികൂലങ്ങൾ ഉണർന്നു വന്നാലും നാം കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ കർത്താവ് നമുക്ക് തുണയായി നിൽക്കും. നമ്മൾ പലരെയും നമ്മുടെ ജീവിതത്തിൽ തുണയായി പ്രതീക്ഷിക്കും. ഈ പ്രശ്നത്തിൽ ഇന്നാൾ എനിക്കുണ്ടാകും, ഞാൻ ഒറ്റപ്പെട്ടു പോയ ഇന്നാൾ എനിക്കുണ്ടാകും. നമ്മളങ്ങനെ മനുഷ്യനിൽ പലപ്പോഴും ആശ്രയിക്കാറുണ്ട്. എന്നാൽ ചില പ്രതിസന്ധി സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു മനുഷ്യൻ പോലും നമ്മുടെ കൂടെ കാണുകയില്ല. കാണുമെന്ന് നമ്മൾ വിചാരിച്ചു, അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചു, പലരുടെയും കാര്യങ്ങൾക്ക് നമ്മൾ അതിനുവേണ്ടി പോവുകയും ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷ നമുക്കുള്ളതുകൊണ്ട് പലരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും നമുക്കൊരു ഉപകാരമായി വരണമെന്നില്ല. ദൈവവചനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏത് പ്രശ്നത്തിലും നമുക്കൊരു തുണയായി വരുന്നത് ദൈവം തന്നെയാണ്. ഏത് സങ്കടത്തിലും ഒരു തുണ ദൈവം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴും, രോഗം വരുമ്പോഴും, ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം വരുമ്പോഴും, എല്ലാവരും തള്ളിപ്പറയുമ്പോഴും, ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സുനാമി പോലെ അലറുന്ന വലിയ പ്രതിസന്ധി ആഞ്ഞടിച്ചാലും ഒരു ദൈവ പൈതൽ, ദൈവത്തോട് ഹൃദയബന്ധമുള്ള ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ ഇങ്ങനെ ചിന്തിക്കണം: കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചത് ഏത് ജീവജാലത്തിൻ്റെ ആക്രമണത്താല എന്ന് ചോദിച്ചാൽ അത് പാമ്പ് കടിച്ചല്ല, പട്ടി കടിച്ചല്ല, കൊതുകുത്തിയല്ല. മനുഷ്യനെ കൊല്ലുകയാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു. അതുപോലെ ഓരോ കാട്ടങ്ങളിലും മനുഷ്യനാൽ അനേകർ മരിക്കുന്നു. നമുക്കറിയാം, 2020, 2019, 2021 ഒക്കെ കോവിഡ് മഹാമാരി, അത് മനുഷ്യനിർമ്മിതമായ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനിർമ്മിതമായ ആ വൈറസ് മുഖേന എത്ര കോടി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. മനുഷ്യൻ ഒരുപാട് ഉപദ്രവകാരിയാണ്, സ്വാർത്ഥ ചിന്തയുള്ളവരാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, അതൊരു സത്യം തന്നെയാണ്. എന്നാൽ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ വിശ്വസിക്കരുത്. കാര്യം, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ വാക്ക് മാറും. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നെടുക്കുന്ന ഒരു തീരുമാനമല്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിച്ചും പരീക്ഷിച്ചും മനസ്സിലാക്കിയും എടുക്കുന്ന, വളരെ സാവധാനത എടുക്കേണ്ടതായിട്ടുള്ള ഒരു തീരുമാനമാണ്. എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു ഉറപ്പ് ദൈവം നൽകിയാണ്: മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്താണ് ധൈര്യത്തോടെ പറയുന്നത്? ദൈവം നമുക്ക് തുണയാണെങ്കിൽ നമുക്കൊരു ധൈര്യം വരികയാണ്. കർത്താവായ യേശു നമുക്ക് ധൈര്യം നൽകുന്നവനാണ്. കർത്താവ് അനവധി പ്രാവശ്യം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്. ധൈര്യമായിരിക്കുക. ഭയം നമുക്കൊരു വലിയ കെണിയാണ്. നമ്മളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ കാണാം, നീ തകർന്നു പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ കാണാം. ഇങ്ങനെയുള്ള ഭീഷണികളുടെ നടുവിലൊക്കെ ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് ഈ വചനം നമുക്ക് തുണയായി മാറുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ അടുക്കിലേക്ക് പകൽ പറക്കുന്ന അസ്ത്രങ്ങളോ ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരികളോ
ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയോ നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അതാണ് ആ ധൈര്യം. ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണത്. ഇങ്ങനെയൊരു ധൈര്യം നമുക്ക് ദൈവം നൽകിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നാരെങ്കിലും ധൈര്യമില്ലായ്മ അല്ലെങ്കിൽ ഉൾക്കരുത്തില്ലാത്തവരെ, സങ്കടപ്പെടുന്നവരോ ബലഹീനരോ പല പല ചിന്തകളാൽ ഭാരപ്പെടുന്നവരോ ഉണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ധൈര്യപ്പെടുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ നൽകും. ഇന്ന് പ്രിയരെ, ഈ 2026 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവം ഒരു ധൈര്യം തരികയാണ്. ഏത് പ്രതിസന്ധിയിൽ നിൽക്കുവാൻ, ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ഒരു ധൈര്യം കർത്താവ് നൽകുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാവർക്കും വലിയ ആത്മധൈര്യം ഉണ്ടാവട്ടെ. ഉൾക്കരുത്തില്ലാത്തവർക്ക് ശക്തി നൽകട്ടെ. തേജസ്സും ബലവും നൽകട്ടെ. ഒന്നിനും കുറവില്ലാതെ നടത്തണം. ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും ആവശ്യപ്പാനിട വരട്ടെ. ആരെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിൽ സങ്കടത്തോടിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് വലിയ മോചനം ലഭിക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.